ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സംസരസ്വത്യൈ നമ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം നമിച്ചന്വഹം. ശംഗാഹീന മുറച്ചിടാം സവിനയം സത്യം പരം ധീമഹി. ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമചന്ദ്രാശരണം. അധ്യാത്മരാമായണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുന്ദരകാണ്ഡത്തിലെ 50-ാമത്തെ സർഗം, രാവണ ഹനുമൽ സമാഗമം. രാവണനും ഹനുമാനും തമ്മിലുള്ള കണ്ടുമുട്ടൽ ആദ്യത്തെ. ബ്രഹ്മാസ്ത്ര ബദ്ധനായിട്ട് ഇന്ദ്രജിത്തിനാൽ ബന്ധിക്കപ്പെട്ട ആ ഹനുമാനെ രാവണന്റെ മുമ്പിൽ എത്തിച്ചു. ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ചാലും ഹനുമാന് അസ്ത്രമൊന്നും ബന്ധനമായി തോന്നിയില്ല. അത് അപ്പം തന്നെ നിഷ്ഫലമായി. എങ്കിലും രാവണൻ എന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം ബദ്ധൻ എന്നുള്ള ഭാവം വിട്ടില്ല, അങ്ങനെ തന്നെ കിടന്നു. അങ്ങനെ ആ രാക്ഷസന്മാരെടുത്ത് രാവണന്റെ മുമ്പിൽ എത്തിച്ചു. അങ്ങനെ ഹനുമാന് രാവണനെ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ രാവണന് ഹനുമാനെയും കാണാൻ സാധിച്ചു. അവർ തമ്മിലുള്ള സമാഗമം. സമുദ്ദീക്ഷ്യ മഹാബാഹു പിംഗാക്ഷം പുരതസ്ഥിതം രോഷേണ മഹതാവിഷ്ടോ രാവണോ ലോകരാവണ. മഹാബാഹുവും ലോകരാവണനുമായ രാവണൻ മുന്നിൽ നിൽക്കുന്ന ആ പിംഗാക്ഷനായ ഹനുമാനെ നോക്കിക്കൊണ്ട് കടുത്ത കോപം പൂണ്ടു. ശങ്കാഹതാത്മാദധ്യൗസ കപീന്ദ്രം തേജസാവൃതം കിമേഷ ഭഗവാൻ നന്ദി ഭവേൽ സാക്ഷാദിഹാഗത യേന ശബ്ദോസ്മി കൈലാസേ മയാ പ്രഹസിതേ പുര. പണ്ട് കൈലാസത്തിൽ വെച്ച് ശപിച്ചിട്ടുണ്ട് നന്ദി. കാരണം കൈലാസത്തിൽ വെച്ച് പണ്ട് നന്ദിയുടെ വാനരമുഖത്തെ പറ്റി രാവണൻ പരിഹസിക്കുകയും അതിൽ ക്രുദ്ധനായ നന്ദി വാനരൻ നിനക്ക് ആപൽക്കാരണമാകുമെന്ന് ശപിക്കുകയും ചെയ്തതായി ഉത്തരകാണ്ഡത്തിൽ പറയുന്നുണ്ട്. അതോർത്തു രാവണൻ. ഈ വാനരനെ കണ്ടിട്ട് രാവണൻ ചിന്തിക്കുകയാണ്. ശങ്കിതചിത്തനായ രാവണൻ തേജസ്വേറിയ കവീന്ദ്രനെ കണ്ട് വിചാരിച്ചു, പണ്ട് ഞാൻ കൈലാസത്തിൽ വെച്ച് പരിഹസിച്ചപ്പോൾ എന്നെ ശപിച്ച സാക്ഷാൽ നന്ദി തന്നെയാണോ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് സംശയിച്ചു രാവണൻ. അതോ വാനരരൂപം പൂണ്ട ബാണാസുരനാണോ ഇവൻ? ശിവഭക്തനായ ബാണാസുരനാണോ വാനരന്റെ രൂപം പൂണ്ട് വന്നിരിക്കുന്നത്? ഇങ്ങനെയെല്ലാം രാവണൻ ചിന്തിച്ചു. സ രാജാരോഷതാം രാക്ഷ പ്രഹസ്തം മന്ത്രിസത്തമം കാലയുക്തമുവാചേതം വജോ വിപുലമർത്ഥവൽ. ആ രാക്ഷസ രാജാവ് കോപാരുണനേത്രനായി മന്ത്രിസത്തമനായ പ്രഹസ്തനോട് കാലോചിതവും അർത്ഥവത്തുമായ ഈ മഹാവാക്യം പറഞ്ഞു. മന്ത്രിയായ പ്രഹസ്തനോട് പറഞ്ഞു രാവണൻ, ദുരാത്മാ പൃച്ഛതാമേഷ കുതക്കിം വാസ്യ കാരണം വനഭംഗേ ച കോസ്യാർത്ഥോ രാക്ഷസാനാം ച ദർജനേ. എവിടെ നിന്നാണ് ഇവൻ വന്നത്? എന്തിനു വന്നു? ഉദ്യാനം നശിപ്പിച്ചതും രാക്ഷസന്മാരെ ഉപദ്രവിച്ചതും എന്തിനാണ് എന്നീ
ദുഷ്ടനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പ്രഹസ്തനോട് പറയുകയാണ് രാവണൻ. മൽപുരീം അപ്രധൃഷ്യാം വാ ഗമനേ കിം പ്രയോജനം ആയോധനേ വാ കിം കാര്യം പൃച്ഛതാമേഷ ദുർമതേ. അദൃശ്യമായ എൻ്റെ പുരിയിൽ വന്നതെന്തിനെന്ന് ചോദിക്കും. യുദ്ധം ചെയ്തതും എന്തിനു വേണ്ടി? രാക്ഷസന്മാരെല്ലാം യുദ്ധം ചെയ്ത് വധിച്ചത് എന്തിനു വേണ്ടിയാണ് എന്നെല്ലാം ഈ ദുഷ്ടനോട് ചോദിക്കൂ എന്ന് രാവണൻ പറഞ്ഞു. അത് കേട്ട് പ്രഹസ്തൻ ചോദിക്കാണ്. രാവണസ്യ ജവശ്രുത്വാ പ്രഹസ്തോ വാക്യമബ്രവീൽ സമാശ്വസിഹി ഭദ്രം തേ നഭി കാര്യോ ത്വയാ കപേ. രാവണന്റെ വാക്ക് കേട്ട് പ്രഹസ്തൻ പറഞ്ഞു, വാനര, നീ ഭയപ്പെടണ്ട, സമാധാനമായിരിക്കൂ, നിനക്ക് ക്ഷേമമുണ്ടാകട്ടെ എന്ന് നല്ല വാക്കൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പറയൂ, നീ ഇന്ദ്രനാൽ പറഞ്ഞയക്കപ്പെട്ട് രാവണഗൃഹത്തിലേക്ക് വന്നവനാണെങ്കിൽ ആ പരമാർത്ഥം പറയണം. ഭയപ്പെടേണ്ട ആവശ്യമില്ല, സത്യം പറഞ്ഞാൽ മാത്രം മതി, നിന്നെ വിട്ടയക്കാം. യദി വൈശ്രവണസ്യ ത്വം യമസ്യ വരുണസ്യ ച ചാരുരൂപമിതം കൃത്വാ പ്രവിഷ്ടോ ന പുരീമിമാം. നീ കുബേരന്റെയോ യമന്റെയോ വരുണന്റെയോ ദൂതനായി ഈ ചാരുരൂപം ധരിച്ച് ഞങ്ങളുടെ പുരിയിൽ പ്രവേശിച്ചതാണോ? വിജയകാംക്ഷിയായ വിഷ്ണു പറഞ്ഞയച്ച ദൂതനാണോ? നിന്റെ തേജസ് വാനരൻ്റേതല്ല, രൂപത്തിൽ മാത്രമാണ് നീ വാനരൻ. നിന്റെ ബുദ്ധി അതിതേജസ്പൂർവമാണെന്ന് പറയണം. വാനര, നീയിപ്പോൾ പരമാർത്ഥം പറഞ്ഞാൽ വിട്ടയക്കാം, പുളി പറഞ്ഞാൽ ജീവൻ പോകുമെന്ന് ആലോചിച്ചു. നിന്റെ ജീവൻ നഷ്ടപ്പെടാം, നുണ പറയണ്ട, സത്യം പറഞ്ഞാൽ നിന്നെ വിട്ടയക്കാം, ഭയപ്പെടണ്ട എന്നെല്ലാം പ്രഹസ്തൻ നല്ല വാക്കുകൊണ്ട് ഹനുമാനോട് സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ നീ എന്തിനു വേണ്ടി രാവണാലയത്തിൽ വന്നെന്ന് പറയണം, എന്തിനാണ് ഇവിടെ വന്നതെന്ന് പറയണം. ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ വാനരശ്രേഷ്ഠൻ രാക്ഷസേശ്വരനോട് പറഞ്ഞു, ഞാൻ ഇന്ദ്രന്റെയോ യമന്റെയോ വരുണന്റെയോ ദൂതനല്ല. എനിക്ക് കുബേരനോടും വേഴ്ചയില്ല, സംബന്ധമൊന്നുമില്ല. കുബേരനോടും എനിക്ക് അങ്ങനെ വേഴ്ചയൊന്നുമില്ല, കൂട്ടൊന്നുമില്ല. എന്നെ വിഷ്ണു പറഞ്ഞയച്ചതുമല്ല. ഇതെൻ്റെ ജാതി തന്നെയാണ്, ഞാൻ വാനരജാതി തന്നെയാണ്. ഇവിടെ വന്ന ഞാൻ വാനരൻ തന്നെയാണ്. രാക്ഷസ രാജാവിനെ കാണാൻ പ്രയാസമായതിനാൽ കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ രാക്ഷസ രാജാവിൻ്റെ ഈ വനം നശിപ്പിച്ചത്. രാവണനെ കാണാൻ പ്രയാസമായത് കൊണ്ട് ഉദ്യാനം നശിപ്പിച്ചു, അതിനൊരു കാരണമായി. ആ സമയത്ത് ശക്തരായ രാക്ഷസന്മാർ യുദ്ധത്തിനായി വന്നെത്തി. ദേഹസംരക്ഷണത്തിന് വേണ്ടി ഞാൻ അങ്ങോട്ടും യുദ്ധം ചെയ്തു. ദേവാസുരന്മാർക്ക് പോലും എന്നെ അസ്ത്രപാശങ്ങൾ കൊണ്ട് കെട്ടാൻ കഴിയില്ല, ദേവന്മാർക്കോ അസുരന്മാർക്കോ ബന്ധിക്കാൻ കഴിയില്ല എന്നെ എന്ന് ഹനുമാൻ പറയാണ്. ബ്രഹ്മാവിൻ്റെ വരമുണ്ട്, ഒരിക്കലും മരണമില്ലാത്തവനുമാണ്, ചിരഞ്ജീവിയാണ് ഹനുമാൻ. അങ്ങനെയല്ല, വരമൊക്കെ വാങ്ങിയിട്ടുള്ള ആളാണ്. പക്ഷേ പിതാമഹൻ തന്നെയാണ് എനിക്ക് വരവും തന്നത്. രാജാവിനെ കാണുന്നതിനാണ് ഞാൻ ഈ അസ്ത്രത്തെ അനുസരിച്ചത്. പിന്നെ ബ്രഹ്മാസ്ത്രത്തെ കൊണ്ട് ഞാൻ അതിനെ വന്ദിച്ചതാണ്. അനുസരിക്കാൻ കാരണം കാരണം അങ്ങേ കാണാൻ തന്നെയാണെന്ന് പറയണം. രാക്ഷസ രാജാവായ രാവണനെ നേരിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ബ്രഹ്മാസ്ത്രത്തെ മാനിച്ചതും ബദ്ധൻ എന്നുള്ള ഭാവത്തിൽ കിടന്നതും അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നതും എന്ന് ഹനുമാൻ സത്യം തന്നെ പറഞ്ഞു. ഞാൻ അസ്ത്രത്തിൽ നിന്ന് വിമുക്തനാണെങ്കിലും അസുരന്മാർ നിന്നെ അറിയിച്ചു. ഞാൻ രാമകാര്യത്തിനു വേണ്ടിയാണ് നിന്റെ അടുത്ത് വന്നത്, ശ്രീരാമന്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത്. ഉള്ള കാര്യം സത്യമെല്ലാം പറഞ്ഞു. ദൂതോഹമിതി വിജ്ഞായ രാഘവസ്യാമിത ഊജസ ശ്രൂയതാമേവ വചനം മമ പഥ്യമിതം പ്രഭോ. ഞാൻ ഓജസ്സേറിയ രാമന്റെ ദൂതനാണെന്നറിഞ്ഞ് പ്രഭോ, എൻ്റെ ഹിതവചനങ്ങൾ നീ കേൾക്കണം. ഞാൻ ശ്രീരാമന്റെ ദൂതനാണെന്ന് മനസ്സിലാക്കണം. ഞാൻ പറയുന്ന നിനക്ക് ഹിതമായ വചനങ്ങൾ നീ കേൾക്കണം.
എന്താണ് ഹനുമാൻ രാവണനോട് പറഞ്ഞത് ഹിതവചനങ്ങളെല്ലാം? അതല്ല, ആ ദൂതനായ ഹനുമാൻ രാവണനെ എന്തെല്ലാമാണ് പറഞ്ഞു കേൾപ്പിച്ചതെന്ന്, രാവണന് ഹിതമായ വചനങ്ങൾ എന്താണെന്നെല്ലാം അടുത്ത സർഗത്തിലാണ് പറയുന്നത്. സുഗ്രീവൻ പറഞ്ഞയച്ചു വന്നതാണ്. സുഗ്രീവൻ, വാനരരാജാവായ സുഗ്രീവൻ്റെ ആജ്ഞ അനുസരിച്ചാണ് ഞാനിവിടെ വന്നത്, സന്ദേശവും കൊണ്ടാണ് വന്നത്. കഥകളെല്ലാം അവിടെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അടുത്ത സർഗത്തിൽ കേൾക്കാം. സുഗ്രീവ സന്ദേശ കഥനം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹിം മഹീഷ, ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി, സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു, ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.